വെൽക്കം ടു വി2 മാത്സ്. ഈ ലവ് ലെറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ലവ് ലെറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 2 കപ്പ് മൈദ, അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത്, 2 കോഴിമുട്ട. ഇതെല്ലാം കൂടി നമുക്ക് ഒരു ദോശയുടെ പാകത്തിന് നമുക്ക് അങ്ങനെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനെ. ഇനി അതുപോലെ തന്നെ ഒരു നാളികേരം എടുക്കാം. നാളികേരം ചെരികിയത്, അതിൽ 2 സ്പൂൺ പഞ്ചസാര, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഈ ലവ് ലെറ്റർ. അപ്പോൾ ദോശ പരത്തുന്ന പോലെ ഇതിനെ പരത്തിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരവും പഞ്ചസാരയും അതിലേക്ക് ഇടാം. ഞാൻ കുറച്ച് ഏലക്കായയുടെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് അതിനൊന്ന് മുരിച്ചെടുക്കണം. അതിനുശേഷം മിക്സ് ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് റോൾ ചെയ്തിട്ട് കൊടുക്കാം, ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഹസ്ബൻഡിന് കൊടുക്കുന്ന ലവ് ലെറ്ററാണ് ഇന്ന്. അപ്പോൾ ആൾക്ക് കുറച്ച് ബ്രൗണിഷ് ആയതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനൊന്ന് ഞാൻ ബ്രൗൺ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലവ് ലെറ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്ന ലവ് ലെറ്റർ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഞാൻ ബ്രൗൺ ആക്കുന്നില്ല, ലൈറ്റ് ബ്രൗണേ ആക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെറുപ്പകാലത്തിലെ തൊട്ട് കഴിക്കുന്ന ഒരു പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അന്ന് ഇതിന് ലവ് ലെറ്ററിന് പേരുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചേച്ചിമാരുടെ ഹസ്ബൻഡൊക്കെ വരുമ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് മോസ്റ്റ്ലി ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ് ഇത്. പ്രത്യേകിച്ച് മേരി ചേച്ചിയുടെ ഹസ്ബൻഡ് പോളേട്ടൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടാക്കി കൊടുക്കാറ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിനെ മുട്ടപ്പം, മുട്ടച്ചുരുൾ അങ്ങനെയൊക്കെയാണ് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡാഡി, ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ, അതിന് എന്നോട് പറഞ്ഞ പേര് ഇതിനെ ഇവിടെ ലവ് ലെറ്റർ എന്നാണ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതിനെ ഇപ്പോൾ ലവ് ലെറ്റർ എന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഞാൻ 3-4 എണ്ണ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലവ് ലെറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ലവ് ലെറ്റർ എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. കാരണം മൊബൈലും വാട്സപ്പൊക്കെ ആയതുകൊണ്ട് അവർക്ക് ലവ് ലെറ്റർ എന്താണെന്ന് പോലും അറിയില്ല. ഒരെണ്ണം ഞാനിങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2-3 സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഈ ലവ് ലെറ്റർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിൻ്റെ മുകളിൽ കൂടെ നാളികേരപ്പാലും കൂടി ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുക. പക്ഷേ എനിക്കിങ്ങനെ കൊതി വന്നിട്ട് അതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്, നാളികേരപ്പാൽ ഒഴിക്കാതെ. നാളികേരപ്പാലും കൂടി ഒഴിച്ചാൽ ഇതൊന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ ഞാൻ വീണ്ടും ഒന്നുണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പേജ് ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ഇട്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത്. ഓക്കെ, ബൈ, ഹാവ് എ വെരി നൈസ് ഡേ.